കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, പാട്രായിക്കൽ, തൃശൂർ. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് TCV കലാപൂരം ഇന്ന് എത്തിയിട്ടുള്ളത്. ഇവിടെ 4 കുട്ടികളാണ് 5 ഐറ്റംസിൽ പങ്കെടുക്കാനായിട്ട് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി, അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. പേരെന്താ? ശ്രീനന്ദ 2 ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ? നമ്മള് ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ നമ്മൾ ശ്രീനന്ദയുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഐറ്റംസിലാണ് പങ്കെടുക്കുന്നത്? കന്നഡ പദ്യചൊല്ലലും ഇപ്പോൾ സംസ്കൃതം കവിതാരചനയാണ് സ്റ്റേറ്റ് കിട്ടിയത്. ജില്ലയിൽ പദ്യചൊല്ലൽ സംസ്കൃതം ഉണ്ടായിരുന്നു, സെക്കൻഡ്. അപ്പോൾ ജില്ലയിൽ 3 ഐറ്റംസ് ആയിട്ട് വന്നു. ഇപ്പം നമ്മൾ സംസ്ഥാന തലത്തേക്ക് 2 ഐറ്റംസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ കന്നഡ പദ്യം ചൊല്ലൽ നമ്മൾ ഇരിങ്ങാലക്കുടയിൽ വെച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും അതിൻ്റെ കുറച്ചൊരു പോർഷൻ. ಕುಮಾರವ್ಯಾಸನ ಕರ್ನಾಟಕ ಭಾರತ ಕಥಾಮಂಜರಿಯಿಂದ ಆಯ್ದ ದ್ರೌಪದಿ ವಸ್ತ್ರಾಪಹರಣದ ಕೆಲವು ಹಾಡುಗಳನ್ನು ಹಾಡಲಿರುವೆನು. ನೃಪಾದನೆಚ್ಚರಿಸಿದನು ಕಣು ಸನ್ನೆಯಲಿ ಸೌಬಲನ ಏಳು ಧರ್ಮಜ ಸೋತೆಲ ನಿನ್ನಾಳು ಕುದುರೆಯ ನಿನ್ನು ಸಾಕೋದಯಾಳುವಲ್ಲ ಧನವಿಲ್ಲ ನಿನಗೆಂದ. ശ്രീനന്ദ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണല്ലേ? ഏതൊക്കെ ഭാഷ അറിയാം? കന്നഡ അറിയാം, മലയാളം അറിയാം, തുളു അറിയാം, സംസ്കൃതം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. ഇനി ഏതെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടോ പുതിയതായിട്ട്? വേറെ ഏതെങ്കിലും നോക്കണം. ഓക്കെ, എന്തായാലും 2 ഐറ്റത്തിൽ പങ്കെടുക്കാൻ പോവാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കാൻ പോവാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് A ഗ്രേഡ് നേടണം അവിടെ വീണ്ടും അല്ലേ? ഓക്കെ, മോളുടെ പേരെന്താ? ശ്രദ്ധ ബിൻസ്. ശ്രദ്ധ ഏതൊക്കെ ഐറ്റംസിലാണ് പങ്കെടുക്കണേ? ഞാൻ സ്റ്റേറ്റിലേക്ക് പോകുന്നത് മോഹിനിയാട്ടമാണ്. ഞാൻ ജില്ലയിൽ ഭരതനാട്യം സെക്കൻഡ് ഉണ്ട് അല്ലേ? അതപ്പോൾ കോട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ട കിട്ടിയാൽ അതും സ്റ്റേറ്റിൽ പോകും. അത് റിസൾട്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ 2 ഐറ്റം ആയിട്ട് പോകും, ഇല്ലെങ്കിൽ 1 ഐറ്റം ഉണ്ട്. അപ്പോൾ ഡാൻസ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു 15 വർഷത്തോളം ആയിട്ടുണ്ട്. കലോത്സവത്തിൽ മുമ്പ് പങ്കെടുക്കാറുണ്ടോ? ഞാൻ മോഹിനിയാട്ടം ഇപ്പോൾ 3 വർഷമായിട്ട് അടുപ്പിച്ചാൽ പോകണം. 10ൽ +1, ഇപ്പോൾ +2. 3 വർഷം ഫസ്റ്റ് കിട്ടി തന്നെ പോയിട്ടുണ്ട്. ഓ, അപ്പം നമ്മൾ കലോത്സവത്തിൽ അടുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ +2 ആണോ +1? +2 ആണ്. അപ്പോൾ നമ്മുടെ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് ചാൻസും കൂടിയാണ് അല്ലേ? ഇത്തവണയും നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അടുപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യവും നമുക്ക് A ഗ്രേഡ് കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേരെന്താ? ആൽവിൻ ആന്റണി. ആൽവിൻ മിമിക്രി ആണ് ചെയ്യുന്നത് അല്ലേ? മിമിക്രി മുൻപും ചെയ്യാറുണ്ടോ? മുൻ വർഷങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. കലോത്സവത്തിൽ ഇത് ആദ്യമാണോ? കലോത്സവത്തിന് ആദ്യമായിട്ടാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ് ഇത് സാധനം ആദ്യമായിട്ട്. പക്ഷെ അന്ന് പോയിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഇയറിലാണോ സെക്കൻഡ് ട്രൈ ചെയ്ത് നോക്കുന്നതേ 10ാം ക്ലാസ്സിലാണോ മിമിക്രി? അതോ മിമിക്രി ചെയ്യാറുണ്ടോ? ആരെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഫസ്റ്റ് ആയിട്ട് ഇവിടെ കേറിയിട്ടാണ് എന്റെ വീട്ടിൽ പോയി അറിയണത്. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇതങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ ഒരു ഇതിലങ്ങനെ സ്റ്റേജിൽ കയറി ചെയ്തിട്ടാണ് നമ്മൾ ഇതിലൊരു നമുക്കൊരു കഴിവുണ്ടെന്ന് തെളിയിക്കുന്നത്. അതെ, ഞാൻ ചെയ്യുമായിരുന്നു. വായിന്ന് തന്നെ 10ാം ക്ലാസ്സിൽ ഒരു സാറിനെ ഇമിറ്റേറ്റ് ചെയ്യണം, അങ്ങനെയാണ് അറിയണത്. അങ്ങനെ ചെയ്ത് കുറെ പേര് കറക്റ്റാണെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ പഠിച്ചാണ്. അപ്പൊ നമ്മൾ മിമിക്രി അപ്പൊ സ്റ്റേറ്റ് ലെവലിൽ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കലോത്സവത്തിന് പങ്കെടുക്കുന്നു, അതിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ എത്തുന്നു, തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ഐറ്റംസാ ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഞാൻ 27 സ്റ്റാറുകളാണ്. 27? കമൽഹാസൻ, രജനീകാന്ത്, വിജയ്, സൂര്യ, വിജയ് സേതുപതി, അർജുൻ ദാസ്, പിന്നെ നമ്മളെ ആവേശിൽ അമ്പൻ, ദുൽഖർ സൽമാൻ, കൊച്ചിൻ ഹനീഫ, ജനാർദ്ദനൻ, ലാലി. ലിസ്റ്റ് വലുതാണ്. നമുക്ക് എന്നാ സൗണ്ടും കൂടെ ഒന്ന് കേട്ടാലോ? കമൽഹാസൻ ചെയ്യാം. യഥാർത്ഥത്തിലുള്ള വീരന്മാർ അടിക്കടി പേസല വാർത്തയെല്ലാം தெரியுமா സാർ? പാത്തുക്കളാ. ഇനി വേറെ ആരാ? രജനീകാന്ത് ചെയ്യാം.
எத்தனை பிள்ளை வேற ஒரு சப்பா பண்ணி கொடுத்துட்டேன் 10 வருஷம் கமல் பேர் செய்யல உன்னோட பிள்ளை பாட் கலட்டு கட்டு ஜனல தள்ளி വസീകരിക്കുന്നതാ இருக்கா അമ്പമ്പോ ഇനി കുറച്ച് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ ചെയ്യാം ഇനി ആർക്കാണ് ഞാൻ തീരുമാനിക്കും അത് കേക്കയാലും ശരി കഥനാലും ശരി തീർക്കാൻ മരിക്കും തീർക്കട ആഹാഹാ. ഇനി കുറച്ചുകൂടെ ആസിഫ് അലിയ എന്റെ ബൂസ് ജാഗ്രത ഉള്ളായിരുന്നു ഇരക്കാളൊക്കെ അടിപൊളിയായിരുന്നു അത് പറയണ ബൂസ് ജീവിതന്റെ കയ്യിൽ അടിപൊളി, നല്ല രസമുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും ഇങ്ങനെ 27ഓളം സ്റ്റാർസിനെ ചെയ്യുന്നുണ്ട്. ഓ ഇനി നമ്മള് ആദ്യമായിട്ട് നമ്മൾ കലോത്സവത്തിന് വന്നല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവ എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണല്ലോ ഞാൻ സ്റ്റേജിൽ കയറുമെങ്കിൽ ആദ്യമായിട്ട് ഒരു മത്സരത്തിന് പോകുമ്പോ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിന് പങ്കെടുക്കാൻ പോവാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇവരെ കൂടാതെ ഇംതിയാസ് എന്ന് പറയുന്ന ഒരു കുട്ടി കൂടി ഉണ്ട്, കഥാരചന ഉറുദു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആള്. അപ്പൊ ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് മാഷാണ്, ആന്റണി മാഷാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പ്രാക്ടീസ് ഒക്കെ? നന്നായി നടന്നോ? ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കലോത്സവത്തിനായിട്ടല്ലേ? അതെ 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 തീർച്ചയായിട്ടും ഇവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 ഓഫ് സ്റ്റേജ് ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന് കഥാരചന ഉറുദുവും കവിതാരചന സംസ്കൃതവും. അത് വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ബാക്കി ഇൻഡിവിജ്വൽ ഐറ്റംസ് ആണ്, ഗ്രൂപ്പ് ഐറ്റംസ് ഇല്ല. ഇൻഡിവിജ്വലി നല്ല താരാനുള്ള കുട്ടികളാണ്. ഇവർ മുൻ വർഷങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്, കലോത്സവം പങ്കെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കലോത്സവത്തെ കാണുന്നത് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ആൽവിൻ +1 ഈ ഒരു ഐറ്റം പങ്കെടുത്തിട്ടില്ല. പക്ഷെ +2 അവൻ പങ്കെടുത്തു, സ്റ്റേറ്റ് വരെ എത്തി എന്നുള്ളതാണ്. ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ് മിമിക്രിക്ക്. പങ്കെടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന് സ്റ്റേറ്റ് ലെവലിലേക്ക് പാർട്ടിസിപ്പേഷൻ കിട്ടി. നമുക്കും അത് കാണുമ്പോൾ ഒരു അത്ഭുതമാണല്ലേ, എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് കേരള, തമിഴ്നാടു, കർണാടക. അക്വില ഫിനാൻസ് ലിമിറ്റഡ്. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, പാട്രായിക്കൽ, തൃശൂർ.